ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വണ്ടിയിലേക്ക് ബീഫ് എടുക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ബീഫ് അടിക്കാൻ പോകണം. നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. കയറിക്കോ. ഞങ്ങൾ യാത്ര തുടരുകയാണ്. തക്കാളി വാങ്ങിച്ചു. എന്താ പതിക്കാ? അത് വേണ്ട, പച്ച ഫ്രഷ് കൊടുക്കും. കാഞ്ചാ പത്ത് രൂപ 10 രൂപ. ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ പ്ലാന്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ സാധനങ്ങളൊക്കെ റെഡിയാണ്. എല്ലാം റെഡിയായിട്ട് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഓട്ടോയിൽ പോയി ഓട്ടോയിൽ തിരിച്ചു വന്നു. അതാണ് 110 രൂപ. അത്രേ ഉള്ളൂ. സേഫ്റ്റി ആയിട്ട് പോയിട്ട് സേഫ്റ്റി ആയിട്ട് വരിക, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ കമലാപൂർ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, പോത്തിറച്ചി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കറി വെക്കാനുള്ള സാധനങ്ങൾ, അതിനുള്ള മല്ലിയില, പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മട്ടൻ മസാല എല്ലാം ഉണ്ട്. നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുവാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുക്കിംഗ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. സാധനങ്ങളൊക്കെ റെഡിയാക്കി ഇവിടെ ഞാൻ പുറത്ത് വന്നു. പ്ലാന്റിൻ്റെ വെളിയിലാണിപ്പോൾ. ബീഫെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി സെറ്റപ്പായിട്ട് കൊണ്ടുവന്നിക്കുകയാണ്. നമ്മൾ കറി വെക്കാനുള്ള വെളുത്തുള്ളി, പിന്നെ അതുപോലെ ഇഞ്ചി, പിന്നെ സവോള, പിന്നെ ഒരു നാരങ്ങയുണ്ട്, പിന്നെ തക്കാളിയുണ്ട്, പിന്നെ മല്ലിയിലയുണ്ട്, പിന്നെ മുളകുണ്ട്. ആരംഭിച്ചു. ഇതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക. സവാള നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അങ്ങോട്ട് ആഡ് ചെയ്യാം. അല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കറി നല്ല രീതിയിൽ തിളച്ച് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റാണ്, അത് രണ്ട് സൈഡിലും പലക വെച്ചിരിക്കുന്നതാണ്. നല്ല പവറിൽ തീ കത്തിച്ചിട്ടേക്കുക. തിളച്ച് നിറഞ്ഞങ്ങ് നല്ല രീതിയിൽ വേണം. ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണ് തീ പോകാം, കാരണം പെട്ടെന്ന് വേകാൻ വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വണ്ടിക്കുള്ളിൽ നമുക്ക് പ്ലാന്റിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം വെക്കാൻ പറ്റത്തില്ല വണ്ടിക്കുള്ളിൽ വെച്ച്. അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് വേണം ഭക്ഷണം വെക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ വെളിയിൽ കൊണ്ടുവന്ന് വെച്ച് ഭക്ഷണം വെച്ചിരിക്കുന്നത്. ഇതാണ് പ്ലാന്റ്. ഇതിൻ്റെ ഉള്ളിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അസാഡസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ വണ്ടി ഉള്ളിൽ വെച്ച് ഭക്ഷണം വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് പുറത്ത് കൊണ്ടിരുന്നത്. ബാക്കി വീഡിയോ കാണുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധനം നല്ല വെട്ടിക്കിട്ട് സാധനമായി നല്ല അടിപൊളിയായിട്ട് വെന്ത് മറിഞ്ഞേക്കുവാണ്.
പാത്രത്തിൽ നമുക്ക് കുക്കിങ്ങിനുള്ള സാധനങ്ങൾ മൊത്തം ഉപ്പ് തൊട്ട് എല്ലാ ഐറ്റംസും ഈ ബോക്സിനുള്ളിലുണ്ട്. ഇതാണ് നമ്മുടെ കൊച്ചു അടുക്കള. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ സൗകര്യമുണ്ട്. അത് കുടിക്കാൻ തണുത്ത വെള്ളം, ഇതിൽ തണുത്ത വെള്ളമുണ്ട്, അതിൽ സാധാ വെള്ളമുണ്ട്. പിന്നെ വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പും മറ്റേ തണുത്ത ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർമാർക്കുള്ള ഫുള്ള് സെറ്റപ്പും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പ്ലാന്റിലുണ്ട്. അപ്പോൾ ഞാൻ 3 ബോട്ടിൽ വെള്ളം പിടിച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ വണ്ടിയിലൊരു ഭക്ഷണം വെച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ. അപ്പം തണുത്ത വെള്ളം കൂട്ടി അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, വെയിൽ കാരണം ഒരു രക്ഷയില്ല, ഭയങ്കര വെയിലാണ് ഇവിടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. ഇവിടെ സാധനം ഞാൻ വണ്ടിയിൽ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാ വെച്ചാൽ 2 ദോശയുണ്ട്, ദോശ കൂട്ടി അടിക്കാൻ പോവാണ് ഇപ്പോൾ. ദോശ ഫ്രണ്ട്സ്. ഓക്കെ, നമ്മുടെ സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാം ഇതൊക്കെ തന്നെയാണ്, വേറെ പരിപാടിയൊന്നുമില്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ബൈ ബൈ, പിന്നെ കാണാം. എല്ലാവരും ഇതുപോലെയൊക്കെ ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ലോറി ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയാലും നമ്മൾ സ്വന്തമായിട്ട് ഭക്ഷണം വെച്ച് കഴിക്കുക. പിന്നെ ലോറി ഫീൽഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, ബൈ ബൈ.